ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ മെയ് ദിനം യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാനാണ് INTUC തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ 4 വർഷമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന അമേരിക്ക മുൻകൈയെടുത്ത് നടക്കുന്ന യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, അതുപോലെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയ യുദ്ധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ രാജ്യത്തേക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്. അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഊർജ്ജ പ്രതിസന്ധി ആയാലും വിലക്കയറ്റമായാലും തൊഴിൽ നഷ്ടമായാലും ഒരു വലിയ ദുരിതപൂർണമായൊരു അന്തരീക്ഷം ഈ യുദ്ധം മൂലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ മേഖലയോട് ഇതിൽ പ്രതികരിക്കാനും യുദ്ധം സ്റ്റോപ്പ് ദ വാർ എന്ന ഒരു സ്ലോഗൻ ഉയർത്തിക്കൊണ്ടാണ് ദേശീയ തലത്തിൽ ഇത്തവണ ഞങ്ങളുടെ മെയ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതി, രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ റദ്ദ് ചെയ്യുകയും മറ്റൊരു പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം, അത് INTUCയും മറ്റ് ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നടത്തുന്ന സംയുക്തമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടക്കുകയാണ്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഞാൻ INTUC ജില്ലാ പ്രസിഡൻറ്റും ഓൾ ഇന്ത്യ INTUCയുടെ സെക്രട്ടറിയുമാണ് VR പ്രതാപൻ, INTUCയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ P ബിജു, അദ്ദേഹം വാട്ടർ അതോറിറ്റി യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്, ശ്രീ AK സനിൽ സംസ്ഥാന INTUCയുടെ സെക്രട്ടറിയാണ്, KTDCയിലെ INTUCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ശ്രീ അബ്ദുൽ സലാം ജില്ലാ INTUCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ബ്രഹ്മോസ് എയറോസ്പേസിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.